ഇക്കഴിഞ്ഞ 2026 മാർച്ച് മാസം 6-ാം തീയതി വെള്ളിയാഴ്ച വിശുദ്ധ കുർബാനയുടെ കൂട്ടുകാരുടെ നേതൃത്വത്തിൽ നടന്ന കുരിശിന്റെ വഴി അന്നേ ദിവസം രാവിലെ 9 മണിക്ക് ആരംഭിച്ച ആരാധന വൈകുന്നേരം 3 മണി വരെ നീണ്ടുനിന്നു. ഈശോ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് കാൽവരി ബലിയർപ്പിക്കാനായി പോയതുപോലെ കർത്താവിൻ്റെ പീഡാസഹനത്തെ ധ്യാനിച്ച് പരിഹാര പ്രദക്ഷിണം നടത്താൻ ആരാധനയിൽ ആളുകൾ ഒരുമിച്ച് ഒരുങ്ങി. വൈകിട്ട് 2:30 ചെമ്പന്തൊട്ടി ഇടവകയിലെ വികാരിയച്ഛൻ ആന്റണി മഞ്ഞളാംകുന്നേലച്ഛൻ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലി പരിഹാര പ്രദക്ഷിണത്തെ ആശീർവദിച്ചു. കുരിശിൽ മരിച്ചവനേ, കുരിശാലെ വിജയം വരിച്ചവനേ, മിഴിനീരൊഴുക്കിയങ്ങേ കുരിശിൻ്റെ വഴിയെ വരുന്നു ഞങ്ങൾ. ലോകൈകനാഥാനിൻ ശിഷ്യരായി തീരുവാൻ ആശിപ്പോരെന്നുമെന്നും കുരിശു വഹിച്ചു നിൻ കാൽപ്പാടു പിൻചെല്ലാൻ കൽപ്പിച്ച നായകാ, നിൻ ദിവ്യരക്തത്താൽ എൻ പാപമാലിന്യം കഴുകേണമേ ലോകനാഥ. ചെമ്പന്തൊട്ടി ഗുരുകുലത്തിൽ നിന്നാരംഭിച്ച കുരിശിന്റെ വഴി പരിഹാര പ്രദക്ഷിണം വിശുദ്ധ കുർബാനയിൽ തന്റെ സാന്നിധ്യം വെളിപ്പെടുത്തി ലോകത്തെ തന്നെ അനുഗ്രഹിച്ച വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിലേക്കായിരുന്നു. കുരിശിൽ മരിച്ചവനേ, കുരിശാലെ വിജയം വരിച്ചവനേ. ഏതാണ്ട് 9 കിലോമീറ്ററോളം ക്രിസ്തുവിന്റെ പീഡാസഹനത്തിന്റെ ഓർമ്മ ചങ്കിൽ സൂക്ഷിച്ചുകൊണ്ട് സന്യസ്തരും പുരോഹിതരും അൽമായരും ഒന്നുചേർന്ന് നടന്നു നീങ്ങിയപ്പോൾ അനേകം ആളുകളുടെ ഹൃദയത്തിൽ ക്രിസ്തുവിന്റെ ഓർമ്മകൾ നിറയാൻ ഇടയായി. കുരിശിൽ മരിച്ചവനേ, കുരിശാലെ വിജയം വരിച്ചവനേ. അങ്ങനെ ഏതാണ്ട് 3 മണിക്കൂർ നീളുന്ന പരിഹാര പ്രദക്ഷിണം കടന്നുപോയ വഴികളിലെല്ലാം പുറപ്പാട് പുസ്തകത്തില് ദൈവം പകല് മേഘസ്തംഭത്തിൽ രാത്രിയിൽ അഗ്നിസ്തംഭത്തിൽ ഇസ്രായേൽ ജനത്തെ പരിപാലിച്ചതുപോലെ ഒരു പൊതിഞ്ഞു പിടിക്കുന്ന അനുഭവം അതിൽ പങ്കെടുത്തവർക്കെല്ലാം അനുഭവവേദ്യമായി. കുരിശിൽ മരിച്ചവനേ, കുരിശാലെ വിജയം വരിച്ചവനേ, മിഴിനീരൊഴുക്കിയങ്ങേ കുരിശിൻ്റെ വഴിയെ വരുന്നു ഞങ്ങൾ. അങ്ങനെ 6 മണിയോടുകൂടി പരിഹാര പ്രദക്ഷിണം വിളക്കന്നൂര് ക്രിസ്തുരാജ ദേവാലയത്തിൽ എത്തിച്ചേർന്നു. പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് വിശുദ്ധ കുർബാന ഈശോ തന്നെയാണ് എന്ന് ലോകത്തിന് വെളിപ്പെടുത്തിയ ആ അത്ഭുത ദേവാലയത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ച് നേർച്ച ഭക്ഷണവും കഴിച്ച് മടങ്ങിയപ്പോൾ വിളക്കന്നൂരെ തിരുവോസ്തിയിൽ പതിഞ്ഞ
അതേ തിരുമുഖം ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ച ഈശോയെ നേരിൽ കണ്ട ഒരു അനുഭവമായിരുന്നു. തിബേരിയാസിന്റെ തീരത്ത് പ്രാതലൊരുക്കി കാത്തിരുന്ന ഈശോയെപ്പോലെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണമൊരുക്കി കാത്തിരുന്ന വിളക്കന്നൂര് ഇടവക വികാരിയച്ഛനെയും കൊച്ചച്ചന്മാരെയും, പരിഹാര പ്രദക്ഷിണത്തിന് ഞങ്ങളെ ഒരുക്കിവിട്ട ആന്റണി അച്ഛനെയും, ഒപ്പമായിരുന്ന ജോസഫ് അച്ഛനെയും, പങ്കെടുത്ത മറ്റെല്ലാ പുരോഹിതരെയും സിസ്റ്റേഴ്സിനെയും അൽമായരെയും ക്രൂശിതൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.